സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഓട്ടോറിക്ഷകളിലാക്കി ഡംപിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ അത് കൺവേർട്ട് ചെയ്ത് വളമാക്കുന്നു. എത്ര നല്ല പദ്ധതിയാണ് ഇത്! വാസ്തവത്തിൽ പബ്ലിക്കിന്റെ മുഴുവൻ നല്ല സപ്പോർട്ട് ഇത് കാര്യത്തിൽ ഉണ്ടായിരിക്കും. വളരെ ഭാവനയോടുകൂടി ശ്രീ കുര്യാക്കോസ് പടവൻ ചെയർമാൻ ഈ പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്തു. മുനിസിപ്പൽ കൗൺസിലേഷനെ ഞാൻ മുഴുവൻ ഒറ്റയ്ക്കും മൊത്തമായിട്ട് ഞാൻ അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പദ്ധതി എത്രയും വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരള ബഡ്ജറ്റിനെ പറ്റി വളരെയേറെ ചർച്ചകൾ നടക്കുകയുണ്ടായി. കുരുടൻ ആനയെ കണ്ടതുപോലെ കേരള ബഡ്ജറ്റ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഓരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ച് ഒരുപാട് പദ്ധതികൾ കേരളത്തിലെ നമ്മുടെ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ വികസന പരിപാടികൾ ഉണ്ടെങ്കിലും ആരും ചർച്ച ചെയ്യാത്ത ഒരു പരിപാടി അത് ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മുടെ ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ. അതാണ് മാലിന്യ വിമുക്ത കേരളം. അതെങ്ങനെയാണ് എല്ലാവരുടെയും ചർച്ച ചെയ്തെന്ന് നമ്മുടെ ജേർണലിസ്റ്റ് ഒക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഗവേഷണം നടത്തിയിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു നല്ല റൈറ്റപ്പ് ഇതുവരെ ഉണ്ടായില്ല. മാലിന്യ വിമുക്ത കേരളം. ഞാൻ അതിനകത്ത് ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ വിഭാവന ചെയ്തിട്ടുള്ളത് നമ്മുടെ മുഴുവൻ കേരളത്തിലെ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹിളാ സംഘടനകളെയും സന്നദ്ധ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു ശുചീകരണ പദ്ധതിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിക്കാൻ ഇതിനെ കഴിഞ്ഞില്ല. അതാണ് ബുദ്ധിമുട്ട് വന്നത്. മുനിസിപ്പൽ തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് അതിൽ നിന്നും വളവും, അതിന് കമ്പോസ്റ്റ് വളവും, അതിൽ നിന്നും LPG ഗ്യാസും നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. പക്ഷെ അതിനുള്ള പ്ലാന്റുകൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വേണം. രണ്ടാമത്, ഇത് ഡീഗ്രേഡബിൾ നോൺ